എല്ലാവർക്കും സ്വാഗതം. സ്റ്റഡി വിത്ത് ഉഷാസ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് NUS+2-ൻ്റെ മൂന്നാലാമത്തെ ചാപ്റ്ററായ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ റിസർച്ച് സോഷ്യോളജി എന്ന പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യമായി ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യനാണ്. സൊസൈറ്റി കനോട്ട് ബി ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വിത്തൗട്ട് കമ്പയറിങ് വിത്ത് അതർ സൊസൈറ്റീസ് എന്നാണ്. അത് ഉത്തരം ശരിയാണ്. അതായത് നമുക്ക് സമൂഹത്തിൽ മറ്റ് സൊസൈറ്റിയായിട്ട് താരതമ്യപ്പെടുത്തിയത് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ട്രൂ ആണ്. അടുത്തത് ദുർക്കെ സെറ്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്നാണ് ചോദ്യം. അതും ശരിയാണ്. എമിലി ദുർക്കെമാണ്. ഇദ്ദേഹം ആത്മഹത്യാ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് മെത്തേഡ് താരതമ്യ പഠന രീതി അതും എമിലി ദുർക്കെയിമിൻ്റെ ഒരു സംഭാവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പെരിമെൻ്റ് ഈസ് പോസിബിൾ ഇൻ സോഷ്യോളജി എന്നാണ്. അത് ശരിയാണത്. പരീക്ഷണം സോഷ്യോളജിയിൽ സാധ്യമാണോ എന്നാണ് ചോദ്യം. അടുത്തത്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നാണ്. സോഴ്സസ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള രീതിയാണ്. സമൂഹശാസ്ത്ര പഠനത്തിന് 3 രീതികൾ പ്രധാനമായിട്ടും ഉണ്ട്. അത് ചരിത്രപരമായ രീതി, താരതമ്യ രീതി, പരീക്ഷണ രീതി. അതിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ചരിത്രപരമായിട്ടുള്ള രീതിയാണ്. അത് ഒന്ന് ഓർത്ത് വെക്കുക. ഹിസ്റ്റോറിക്കൽ രീതി എന്ന് പറയുന്നത് പഴയകാല ഉറവിടങ്ങളും അതുപോലെ തന്നെ ലൈബ്രറികൾ, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ സ്മാരകങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ രേഖകളൊക്കെ ശേഖരിച്ചിട്ട് ആണ് അറിവുകളും മറ്റും കണ്ടെത്തുന്ന രീതിയാണ് വരുന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഹൗ മെനി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ച് ആർ ദർ ഇൻ സോഷ്യോളജി എന്നാണ്. സോഷ്യോളജിയിൽ എത്ര രീതികൾ ഉപയോഗിക്കുന്നതെന്നാണ്. ചരിത്രപരമായ രീതി, താരതമ്യപരമായ രീതി, പരീക്ഷണാത്മക രീതി, പ്രവൃത്തിപരമായ രീതി, പ്രായോഗികമായ. ഈ 5 രീതികൾ നമ്മൾ സോഷ്യോളജിയിൽ ഗവേഷണം നടത്തുന്ന സമയത്ത് ഈ രീതികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അറിവുകളും രേഖകളും മറ്റും നമ്മൾ ശേഖരിക്കുന്നത്. ഇതിലെ 5 കാര്യങ്ങളും ആ രീതികൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അടുത്തത് എംപെരിക്കൽ മെത്തേഡിനെ പറ്റിയാണ്. എംപെരിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അനുഭവസിദ്ധമായ രീതിയാണ്. അതായത് അനുഭവത്തിൽ കൂടിയും പരീക്ഷണത്തിൽ കൂടിയും അറിവിനെ അംഗീകരിക്കുന്ന സമ്പ്രദായമാണ് അനുഭവസിദ്ധമായ രീതി. അതെല്ലാ അറിവുകളും ശാസ്ത്രങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അതാണ് അനുഭവസിദ്ധമായിട്ടുള്ള രീതി. ഈ രീതിയിൽ നമ്മൾ പല രീതികളും മാർഗങ്ങളും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ബാട്ട് ടെക്നിക്സ് ആണ് ഇത് വരുന്നത്. മെത്തേഡല്ല, ടെക്നിക്സ് കൂടിയാണ്. അതിൽ 5 ടെക്നിക്സ് മെത്തേഡ് തന്നെ. എംപെരിക്കൽ മെത്തേഡിൽ 5 ടെക്നിക്സ് പറയുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. നിരീക്ഷണം, സർവേ, ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി എന്നിവയാണ് ആ എംപെരിക്കൽ മെത്തേഡിലെ 5 രീതികൾ. ഓക്കെ. അടുത്തത്, ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികൾ. 2 തരത്തിലാണ് ഡാറ്റ കളക്ട് ചെയ്യുക. ഒന്ന് പ്രൈമറി ഡാറ്റ കളക്ഷൻ, മറ്റൊന്ന് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. അതായത് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗവേഷണം നടത്തുന്നത് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്. എന്നാൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ശേഖരിച്ച രേഖകളെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് മുഖാമുഖം, ചോദ്യാവലി, അതുപോലെ തന്നെ നിരീക്ഷണം, അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പ്രൈമറി ഡാറ്റകൾ ശേഖരിക്കാൻ പറ്റുന്നത്. സെക്കൻഡറി ഡാറ്റ ആരെങ്കിലും ചെയ്തു വെച്ചത് ഡാറ്റ ആയതുകൊണ്ട് നമ്മളത്ര ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞു 5 ടെക്നിക്സ് പറഞ്ഞു. 5 ടെക്നിക്സും നിരീക്ഷണം, മുഖാമുഖം, ചോദ്യാവലി, കേസ് സ്റ്റഡി, സോഷ്യൽ സർവേ ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷന് മലയാളത്തിൽ പറയുക നിരീക്ഷണം എന്നാണ്. നിരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഒരു സംഭവത്തെ നോക്കി കണ്ടുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന രീതിക്കാണ്. അത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. അതായത് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, ത്വക്ക്, കണ്ണ്, മൂക്ക് എന്നൊക്കെ പറഞ്ഞ് അത് മുഖേനയാണ് നമ്മളത് ശേഖരിക്കുന്നത്. 2 തരത്തിലുള്ള നിരീക്ഷണമുണ്ട്. ഒന്ന് പങ്കാളിത്ത നിരീക്ഷണം, ഒന്ന് പങ്കാളിത്തരഹിത നിരീക്ഷണം. പങ്കാളിത്ത നിരീക്ഷണത്തിൽ നമ്മൾ നേരിട്ട് പങ്കാളികളായിട്ട് അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ മനസ്സിലാക്കി അവരറിയും നമ്മൾ ചെയ്യുന്ന രീതികൾ, അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. പങ്കാളിത്ത രഹിതത്തിൽ എന്താണ്, അവരറിയില്ല ചെയ്യുന്നത്, നമ്മൾ നിരീക്ഷിക്കുന്നത് അവരറിയാതെയാണ് ചെയ്യുക. ഓക്കെ. അടുത്തത് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം അഭിമുഖം എന്നാണ് വരിക. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം മുഖാമുഖ, അഭിമുഖം എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാം.
നിങ്ങൾക്കറിയാം ഇൻ്റർവ്യൂ എന്താണെന്ന് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ഇൻ്റർവ്യൂവിന് ഉണ്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂ, ഒന്ന് ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ. ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂവിന് ഇംഗ്ലീഷിൽ പറയുക സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂവിന് പറയുക അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുക. ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇഷ്ടമുള്ളത് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ ഇഷ്ടമുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണിത് ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ മുഖാമുഖം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതിൽ 2 തരം സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. ഓക്കെ പ്രിയരെ, നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കുറച്ച് തന്നു. ഇനി സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അത് മറ്റൊരു വീഡിയോയിലേക്ക് തരാം. എല്ലാവരും പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.